മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിരിക്കാനാണ് കൂടുതൽ ആളുകൾക്ക് എപ്പോഴും താല്പര്യം. പ്രത്യേകിച്ച് ഫാഷൻ മേഖലയിൽ ഈ വ്യത്യസ്തതയ്ക്ക് വേണ്ടിയുള്ള ഓട്ടം തന്നെയാണ് പലപ്പോഴും നടക്കുന്നത്. പുതിയ വ്യത്യസ്തതകൾ ഈ വിപണിയിൽ ഇടം പിടിക്കുമ്പോൾ അത് സ്വന്തമാക്കാനുള്ള ആളുകളുടെ വ്യഗ്രതയാണ് പലപ്പോഴും പല ബ്രാൻഡുകളുടെയും മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ബ്രാൻഡ് നെയിമുകൾക്കും വളരെയധികം പ്രാധാന്യം പുതുതലമുറകളുടെ ഇടയിൽ കണ്ടുവരുന്നുണ്ട്. പല ഹൈ പ്രൊഫൈൽ ബ്രാൻഡുകളും വില നോക്കാതെ വാങ്ങുന്ന ഫാഷൻ ലോകത്ത് ഓരോ പുതിയ പേരുകളും ജനിക്കുന്നതും ഉള്ളതിന്റെ പേരുകൾ നിലനിർത്തുന്നതും ഒരു വലിയ ടാസ്ക് തന്നെയാണ്. അത്തരത്തിൽ കുറച്ച് നാളുകളായിട്ട് ആളുകളുടെ ഇടയിൽ ഒരു പ്രത്യേക സ്ഥാനം പിടിച്ചുപറ്റി അത് കാത്തു സൂക്ഷിക്കുന്ന ബ്രാൻഡാണ് ക്രോക്സ്. കുട്ടികൾ മുതൽ പ്രായമായവർ വരെ കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കുന്ന ക്രോക്സ് ബ്രാൻഡിന്റെ പലതരത്തിലുള്ള മോഡൽ ചെരുപ്പുകൾ എന്നും ഫാഷൻ ലോകത്തിന് കൗതുകം തന്നെയാണ്. പക്ഷേ ഇതിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ 2002 ഫാഷൻ ലോകത്തെ പരിചയപ്പെട്ടുകൊണ്ടുവന്ന ക്രോക്സിന് 2010 ഒരു 8ന്റെ പണി കൊടുക്കാൻ ശ്രമിച്ചു ടൈം മാഗസിൻ. 2010 പുറത്തിറക്കിയ 50 മോശം കണ്ടുപിടുത്തങ്ങളുടെ ലിസ്റ്റിൽ ക്രോക്സിനും സ്ഥാനം നൽകി. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ഒന്ന് എന്ന മട്ടിലായി പിന്നീട് കാര്യങ്ങൾ. കാരണം അതോടുകൂടി കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ക്രോക്സ് എന്ന ബ്രാൻഡിന് കഴിഞ്ഞു എന്നതാണ് വാസ്തവം. ചുരുക്കി പറഞ്ഞാൽ അവർ നൽകിയതൊരു പരസ്യം തന്നെയായിരുന്നു. 2002 ദ ബീച്ച് എന്ന ടാഗിൽ ബോട്ടിംഗ് ഷൂ ആയാണ് ക്രോക്സ് ആദ്യമായി വിപണിയിൽ ഇറങ്ങുന്നത്. ഉപയോഗിക്കാൻ സൗകര്യവും വൃത്തിയാക്കാൻ എളുപ്പവുമുള്ള പാദരക്ഷകൾ എന്നതായിരുന്നു ക്രോക്സിന്റെ മേന്മ. അതുകൊണ്ട് തന്നെ ബോട്ടേഴ്സിന് ഉപരി ഹോട്ടൽ ജീവനക്കാർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവരുടെ പ്രിയപ്പെട്ട പാദരക്ഷകനായി ക്രോക്സ് മാറി. കാഴ്ചയിലെ വൈരൂപ്യം ഉയർത്തിയ വിമർശനങ്ങളെ ക്രോക്സ് കച്ചവട തന്ത്രമാക്കി. അഗ്ലി ക്യാൻ ബി ബ്യൂട്ടിഫുൾ എന്ന അവരുടെ പരസ്യ ക്യാമ്പയിന് വൻ പിന്തുണ ലഭിച്ചു. അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയായ നാസ്ഡാക്കിൽ ഇടം പിടിച്ചതോടെ ക്രോക്സ് രാജ്യാന്തര തലത്തിൽ വിപുലീകരിച്ചു. 40 രാജ്യങ്ങളിലേക്ക് ഔട്ട്ലെറ്റുകൾ വളർന്നു. ക്രോക്സിന്റെ സുഷിരങ്ങൾ അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന ജിബിറ്റ്സും ജനപ്രീതി നേടിയതോടെ ക്രോക്സ് ആ കമ്പനിയും വാങ്ങി. മുതലയുടെ വായയോട് രൂപസാദൃശ്യം വരുന്ന തരത്തിലാണ് ക്രോക്സ് അവരുടെ പ്രൊഡക്റ്റുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്രോക്കഡൈൽ എന്ന വാക്കിൽ നിന്നാണ് കമ്പനി ക്രോക്സ് എന്ന പേര് നൽകിയത്. കൂടാതെ അവർ ഉപയോഗിക്കുന്ന ബ്രൈറ്റ് വൈബ്രന്റ് കളർ ഷെയ്ഡുകളും അവയെ ആകർഷണീയമാക്കി. 2002 200 ജോഡി ചെരുപ്പുകൾ മാത്രം വിറ്റഴിച്ച കമ്പനി ഇപ്പോൾ ഓരോ വർഷവും 150 മില്യൺ ജോഡികൾ വിറ്റഴിക്കുന്നതിന്റെ കണക്കുകളാണ് പുറത്തുവരുന്നത്. കുഞ്ഞു ക്രോക്സ് ധരിച്ചുള്ള ജോർജ് രാജകുമാരന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ക്രോക്സിന്റെ ബ്രാൻഡ് മൂല്യം വർദ്ധിച്ചു. ഫാഷൻ ലോകത്തേക്കുള്ള ക്രോക്സിന്റെ വരവറിയിക്കുന്നത് 2016 ലണ്ടൻ പാരീസ് വീക്കിൽ സ്കോട്ടിഷ് ഡിസൈനർ ക്രിസ്റ്റഫർ കെയ്ൻ ക്രോക്സിന് വ്യത്യസ്തമായ മുഖം നൽകി. പോപ്പ് താരം പോസ്റ്റ് മലോണുമായുള്ള കൊളാബറേഷനിലൂടെ യുവാക്കളെ വൻതോതിൽ ആകർഷിക്കാൻ കമ്പനിക്ക് കഴിഞ്ഞു. 2020 നടി പ്രിയങ്ക ചോപ്ര ക്രോക്സിന്റെ ഇന്ത്യയിലെ അംബാസഡറായി. 1500 മുതൽ 10,000 വരെയാണ് ഇന്ത്യയിൽ ക്രോക്സിന്റെ വില. ക്രോസ്ലെറ്റ് എന്ന മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ക്രോക്സ് നിർമ്മിക്കുന്നതെന്ന് കമ്പനി പറയുന്നു. വെള്ളം തങ്ങി നിൽക്കുന്നതും ബാക്ടീരിയകൾ രൂപപ്പെടുന്നതും തടയാനും ഈ മെറ്റീരിയലിന് സാധിക്കും. 40% കൂടുതൽ ഷോക്ക് അബ്സോർബിംഗ് കപ്പാസിറ്റിയും ഇവയ്ക്കുണ്ട്. കൃത്യം 13 സുഷിരങ്ങളാണ് ക്രോക്സിന്റെ ഓരോ ചെരുപ്പിലും ഉള്ളത്. ഈർപ്പം പുറന്തള്ളി വായുസഞ്ചാരം നിലനിർത്തുന്നത് കൊണ്ട് മറ്റു ചെരുപ്പുകളിലെ പോലെ ദുർഗന്ധ പ്രശ്നവുമില്ല എന്നാണ് ബ്രാൻഡ് നിഷ്കർഷിക്കുന്ന ഉപാധികൾ. ഓരോ തവണയും ക്രോക്സ് പുറത്തിറക്കുന്ന മോഡലുകളുടെ എക്സാക്ട് കോപ്പി കുറഞ്ഞ വിലയിൽ സുലഭമാകുന്നുണ്ടെങ്കിലും അതൊന്നും ഒറിജിനലിനെ ബാധിക്കാറേയില്ല. 2002 ക്രോക്സിന്റെ ബേസിക് മോഡൽ ചെരുപ്പിന് $30 ഈടാക്കിയിരുന്നതെങ്കിൽ ഇപ്പോൾ അത് $60 ഉയർന്നിട്ടുണ്ട്. വിരൂപതയ്ക്ക് സൗന്ദര്യമുണ്ടെന്ന് കാണിച്ചു കൊണ്ടുവന്ന ക്രോക്സ് ബ്രാൻഡ് മോശം കണ്ടുപിടുത്തങ്ങളുടെ പട്ടികയിൽ നിന്നും ഇപ്പോൾ എത്തി നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ 10 നോൺ അത്ലറ്റിക് ഫുട്വെയർ ബ്രാൻഡ് എന്ന പട്ടികയിലാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ്.